പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നോവലാണ് ഈ പ്രകാശത്തിൻ്റെ പർവ്വതം എന്ന് പറയുന്ന നോവൽ. അത് ഒരു പക്ഷേ ആധുനിക കാലത്ത് മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവിടുന്ന് മാറി പരിസ്ഥിതിയിലേക്ക് വരുമ്പോൾ അയാളുടെ മനസ്സിലും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. ആ രീതിയിലുള്ള റഹീമിൻ്റെ നോവലിലൊക്കെ തന്നെ ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഉന്നയിക്കാറുള്ളതും ആവിഷ്കരിക്കാറുള്ളതും. ഈ നോവൽ അങ്ങനെ അത്തരത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു നോവലാണ് പ്രകാശത്തിൻ്റെ പർവ്വതം എന്ന് പറയുന്നത്. ഈ എന്ന് പറയുന്ന സൈബർ ലോകത്ത് ഒക്കെ ജീവിക്കുകയും ആ സൈബർ ലോകത്തൂടെ കടന്നു പോവുകയൊക്കെ ചെയ്തതിനു ശേഷം അതിനൊക്കെ വിമുക്തമായിട്ട് കൃഷിയിലേക്കും പരിസ്ഥിതിയിലേക്കും ഇറങ്ങിപ്പോകാൻ അതിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ V D സതീശനാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് നോവലിസ്റ്റായ ശ്രീ G.R. ഇന്ദുഗോപനാണ്. നമ്മുടെ സമയം വളരെ കുറവാണ്, 18 മിനിറ്റ് ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ചടങ്ങുകളിൽ കടക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പുസ്തകം പ്രകാശിപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് V D സതീശനെയും പുസ്തകം ഏറ്റുവാങ്ങാനായിട്ട് ശ്രീ G.R. ഇന്ദുഗോപനെയും ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശിപ്പിച്ചിട്ട് പ്രഭാഷണം നടത്താനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, വേദിയിലും സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കൾ, റഹീമിൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ പ്രകാശത്തിൻ്റെ പർവ്വതം എന്നുള്ള ഈ പുസ്തകം അസാമാന്യമായ ഭാവനയിൽ നിന്ന് ഉണ്ടായ ഒരു പുസ്തകം. മുസാഫിർ എന്ന് പറയുന്ന ഒരു IT വിദഗ്ധൻ ഒരു സൈബർ സിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോരുക, വഴിപിഴച്ച അയാളുടെ ജീവിതവും അർത്ഥമില്ലാത്ത ജീവിതത്തിൽ നിന്നും ഇറങ്ങി സമാധാനം അന്വേഷിച്ച് നടന്നുപോയി വാഹനത്തിൽ കയറി, ബസ്സിൽ കയറി ഹിമാലയത്തിനടുത്തുള്ള ഏതോ സ്ഥലങ്ങളിലെത്തുക. ആ ഭൂമികയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. കാരണം വനത്തിനുള്ളിൽ, കാടിനുള്ളിൽ അസാമാന്യമായ പ്രകൃതി ഭംഗിയുള്ള മലകളും കുന്നുകളും പുഴകളും താഴ്വരകളും പർവ്വതങ്ങളും ഒക്കെയുള്ള അസാമാന്യമായ പ്രകൃതി വർണ്ണന കൊണ്ട് ഈ പുസ്തകത്തെ ഏറ്റവും ഗൗരവകരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി എനിക്ക് തോന്നി മുസാഫിർ നടന്നു പോകുമ്പോൾ മുസാഫിർ അല്ല നടന്നു പോകുന്നത്, റഹീം തന്നെയാണ് നടന്നു പോകുന്നതെന്ന് നമുക്ക് തോന്നും. കാരണം റഹീം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ്റെ മനസ്സിൽ ഈ നാട് എങ്ങനെയാകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലെല്ലാം ചേർന്ന്, സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഇടകലർന്നിട്ടുള്ള ഒരു കാര്യമാണ് മുസാഫിറുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അയാൾ നടന്നു എത്തുന്നത് വളരെ മാതൃകാപരമായ ഒറ്റയ്ക്ക് കാട്ടിൽ ഒരു കുടുംബം താമസിക്കുന്ന സ്ഥലത്താണ്, സിക്കന്ദറിൻ്റെ കുടുംബ സ്ഥലത്താണ്. അവിടെ കാണുന്നത് കൃഷിയാണ് മുഴുവൻ കാണുന്നത്. കൃഷി ചെയ്ത് ജീവിക്കുന്ന, നമ്മളെ മനസ്സിൽ പോലും നമുക്കിപ്പോൾ കാണാൻ പോലും കഴിയാത്ത വലിയൊരു കാർഷിക സംസ്കാരം അവിടെ ചെയ്യുക. അവിടെ പ്രകൃതിയും മനുഷ്യരും ഒന്നാണ്. പ്രകൃതിയിലെ ഏറ്റവും വലിയ കടുവ പോലും വന്ന് കുട്ടികളുമായി കളിക്കുന്ന, പാമ്പുകൾ കുട്ടികളുമായി കളിക്കുന്ന, പ്രകൃതിയുമായി മനുഷ്യൻ ലയിച്ചു ചേരുന്ന വളരെ അസാധാരണമായ ഒരു ജീവിതമാണ് സിക്കന്ദറിൻ്റെ കുടുംബത്തിലുണ്ടാകുന്നത്. ആ കുടുംബവും കുട്ടികളും കൃഷിയും തമ്മിലുള്ള ബന്ധം മുസാഫിറിനെ ഭയങ്കരമായി സ്വാധീനിക്കുക. അയാൾ പിന്നെയും നടന്നു പോവുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി 400 വർഷമായി ജീവിക്കുന്ന ഒരു സന്യാസിയെ കാണുകയാണ്, ഫ്രാൻസിസ് അപ്പാപ്പയെ കാണുകയാണ്, ലാവോ ഗുരുവിനെ കാണുകയാണ്, സൂഫിസത്തിലേക്ക് അന്വേഷണം ചെന്നെത്തുകയാണ്. പറക്കുന്ന മനുഷ്യരുള്ള ഒരു പ്രത്യേക ഭൂമിയിൽ ചെന്ന് എത്തിച്ചേരുകയാണ്. അപ്പം അവിടെയുള്ള ആ അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം കാണുന്ന പ്രകൃതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പ്രധാനപ്പെട്ട കഥാപാത്രം. ആ പ്രകൃതി മനുഷ്യൻ്റെ ഭാഗമാണ്, പിന്നെ ഈ പ്രപഞ്ചനാഥൻ്റെ സൃഷ്ടിയാണ് ഇതെല്ലാം എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. മനുഷ്യൻ എത്രമേൽ മാറാൻ കഴിയുമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതിയിൽ
ആത്മീയത കണ്ടെത്തുകയാണ് റഹീം. പരിസ്ഥിതിയിൽ ഒരു ആത്മീയതയുണ്ട്, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിൽ ഒരു ആത്മീയതയുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് അവസാനം സൂഫിസത്തിലേക്ക് പോകുന്നത്. ഇത് സർവകലാശാലയാണ്, ഈ കൃഷി തന്നെ ഒരു സർവകലാശാലയാണ്, വീടൊരു സർവകലാശാലയാണ്. കൃഷി എന്ന് പറയുന്നത് മനുഷ്യന് എത്രമാത്രം മാറ്റങ്ങളുണ്ടാകും, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കൃഷി. മണ്ണിനെ മലിനപ്പെടുത്താതെ, പുഴയെ മലിനപ്പെടുത്താതെ. മുസാഫിർ സോപ്പുമായി അരുവിയിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ സോപ്പ് ഇവിടെ ഉപയോഗിക്കാറില്ലെന്ന് പറയും. സോപ്പ് അരുവിയെ ശുദ്ധജലത്തെ മലിനപ്പെടുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അരുവിയെ മലിനമാക്കാതെ, പ്രകൃതിയെ മലിനപ്പെടുത്താതെ പോവുകയാണ്. കടുവയുടെ പുറത്തും പക്ഷിയുടെ പുറത്തും അതുപോലെ പുലിയുടെ പുറത്തും ഒക്കെ മുസാഫിർ യാത്ര ചെയ്യുന്നുണ്ട്. സ്വപ്ന സഞ്ചാരമാണെന്ന് നമുക്ക് തോന്നിയാലും കഥയിൽ യഥാർത്ഥത്തിൽ കടുവയുടെ പുറത്തും പുലിയുടെ പുറത്തും പക്ഷിയുടെ പുറത്തും ഒക്കെ പോവുകയാണ്. അപ്പോൾ മനുഷ്യനായി മാറുക എന്നുള്ള സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ ആ സൂഫിസത്തിൻ്റെ നന്മകൾ കൂടിയുണ്ട്. പ്രകൃതിയുമായി ഇണചേർന്ന് പ്രവർത്തിക്കണം, പ്രകൃതിയെ പരിണയിക്കണം എന്നുള്ളത്. പ്രണയവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി വരുന്നുണ്ട്. പഴക്കം മനുഷ്യരുടെ ഇടയിൽ കണ്ടെത്തുന്ന അതിസുന്ദരിയായ ഈ അനുഭവങ്ങളിലൂടെ, ഈ യാത്രയിലൂടെ, ഈ അനുഭവങ്ങളുടെ യാത്ര മുഴുവൻ കടന്നു തിരിച്ചെത്തുകയാണ് മുസാഫിർ. നാട്ടിലേക്ക് വരികയാണ്. സൈബർ സിറ്റിയിലേക്കല്ല പോകും. സൈബർ സിറ്റിയിലെ ഉദ്യോഗം വലിച്ചത് സ്വന്തം ഗ്രാമത്തിൽ വരണ്ടു കിടക്കുന്ന ഭൂമി വെള്ളമെത്തിച്ച് അവിടെ കൃഷി ഇറക്കുകയും ആ കൃഷി ഇറക്കാൻ നാട്ടിലെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുകയും അത് കർഷക സംഘമായി മാറുകയും ഒക്കെ ചെയ്യുന്ന അത്ഭുതകരമായ ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന അതിമനോഹരമായ ഒരു മാറ്റമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റമാണ് ഈ ആത്മീയതയും പ്രപഞ്ചവും പ്രകൃതിയും. ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ മാറ്റമുണ്ട്. പഴക്കം മനുഷ്യരുടെ ഇടയിൽ താൻ കണ്ട സുന്ദരിയായ ജാസ്മിൻ പിന്നീട് കൃഷി ഓഫീസറായി താൻ കൃഷി തുടങ്ങുമ്പോൾ തൻ്റെ നാട്ടിൽ എത്തിച്ചേരുകയും അവരുമായി പ്രണയത്തിലാവുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഇടകലർന്നു പോവുകയാണ്. ഏതാണ് സ്വപ്നം, ഏതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. എപ്പോഴും എഴുത്തുകാരൻ ചെയ്യുന്നത് അതാണ്. എഴുത്തുകാരൻ ചെയ്യുന്നത് അദ്ദേഹം അണിയിച്ചൊരുക്കുന്ന ഭൂമികയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയാണ്. നമ്മൾ ചിലപ്പോൾ, ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ഘാടന വേളയിൽ പറയും, നമ്മളിപ്പോൾ ട്രെയിനിൽ ഇരുന്നായിരിക്കും പുസ്തകം വായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറിയിൽ വായന മുറിയിൽ ഇരുന്നായിരിക്കും നമ്മൾ പുസ്തകം വായിക്കുന്നത്. ഈ എഴുത്തുകാരൻ നമ്മൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോവുക. എടുത്തുകൊണ്ടുപോയി എവിടെ കൊണ്ട് തീർക്കുന്നത്? നമ്മൾ ഈ എഴുത്തുകാരനെ സൃഷ്ടിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഭാവന സൃഷ്ടിക്കുന്ന ഭൂമികയിലേക്കായി നമ്മൾ മാറുകയാണ്. അദ്ദേഹം ഒരുക്കുന്ന അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വുതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന എമിലി ക്ലോണ്ടൈൻ 30 വയസ്സിന് മുമ്പ് മരിച്ചുപോയ യുവതി, അവരെഴുതിയ പുസ്തകം വായിച്ചപ്പോൾ അതിലൊരു കാറ്റ് ഈ ഉയരങ്ങളിൽ അടിക്കും, ഒരു തണുത്ത കാറ്റടിക്കും. സത്യത്തിൽ ആ തണുത്ത കാറ്റടിക്കുമ്പോൾ നമ്മൾ വല്ലാതെ തണുത്ത് പറയും. പുസ്തകത്തിൽ തണുത്ത കാറ്റടിക്കുമ്പോൾ എനിക്ക് അതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായത് C.V. ബാലകൃഷ്ണൻ്റെ ആയുഷിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ മുറി മുഴുവൻ കുന്തിരിക്കത്തിൻ്റെ പുക പടരുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൽ കുന്തിരിക്ക പുക നിറഞ്ഞു നിൽക്കുകയാണ്. മൈഗ്രേറ്റ് ചെയ്ത ആളുകളുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ മുസാഫിറിൻ്റെ കൂടെ യാത്രയാകുകയും ആ പ്രകൃതി നമുക്ക് അനുഭവവേദ്യമാകുകയും, മുസാഫിർ കുളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ അരുവിയിൽ കുളിക്കാൻ ഇറങ്ങുന്നത് പോലെ നമുക്ക് തോന്നുകയും, മുസാഫിറിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുകയും ഗതാഗതത്തിൽ നമ്മളെ കഥാപാത്രത്തോടൊപ്പം നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന അപൂർവമായ ഒരു അനുഭവം ഈ പുസ്തകത്തിലുണ്ട് എന്ന് പറയാതെ വയ്യ. ഞാൻ തീർപ്പിക്കുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ആളുകൾ സംസാരിക്കാനുണ്ട്. 20 മിനിറ്റിൽ നമുക്ക് അവസാനിപ്പിക്കണം. ഞാൻ പുസ്തകം വായിച്ചപ്പോൾ ഒരു നോട്ടൊക്കെ തയ്യാറാക്കിയ വന്നു. പക്ഷെ അതിനൊന്നുള്ള സമയം പെട്ടെന്ന് ഏറ്റവും ചുരുക്കി 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. അപൂർണത ഉണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും മറ്റൊരവസരത്തിൽ റഹീമിൻ്റെ പുസ്തകത്തെപ്പറ്റി കൂടുതൽ പറയണം എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അദ്ദേഹം പക്ഷികളെക്കുറിച്ച് പുസ്തകം എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പക്ഷികളെക്കുറിച്ച് പുസ്തകം എഴുതിയ, ആ പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ പരിണയിക്കുന്ന എഴുത്തുകാരൻ്റെ മനസ്സ് ഈ പുസ്തകത്തിൻ്റെ
ആദ്യാവസാനമുണ്ട് എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് C.Rahimന്റെ പ്രകാശത്തിൻ്റെ പർവ്വതം എന്നുള്ള പുസ്തകം ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന മറ്റൊരു കഥാകൃത്തായ C.R. നൽകി പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു.